ജീവിതത്തിലെ പ്രതിസന്ധികളോട് പൊരുതി ജീവിത വിജയം കൈവരിച്ച ഒരു വീട്ടമ്മ. പ്രതിസന്ധികളിൽ തളരാതെ നിശ്ചയദാർഢ്യത്തോടെ കുടുംബവും തൊഴിലും സിനിമ നാടകവേദിയും ഒരേ സമയം കീഴടക്കിയ ഷീജ എഴുത്താണിയെ പരിചയപ്പെടാം. വിളയോടി ഓട്ടുകമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി നോക്കുന്ന വിളയോടി സ്വദേശിനി ഷീജ എഴുത്താണി ജോലി, കുടുംബം, പൊതുപ്രവർത്തനം, നാടകങ്ങൾ, സിനിമ തുടങ്ങി എല്ലാ മേഖലയിലും സമന്വയിപ്പിച്ച് ജീവിത വിജയത്തിന്റെ പടവുകൾ കയറുകയാണ്. നാടകത്തിലൂടെ സമൂഹത്തിലുള്ള അസ്ഥിരതകൾ തുറന്നു കാണിച്ച് സ്ത്രീശക്തിയുടെ പ്രതിനിധിയായി മാറിയ വനിതയാണ് ഷീജ എഴുത്താണി എന്ന 44-കാരി. നാടകത്തിലെ ഉറച്ച കാൽവെപ്പിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഷീജ തന്റെ അവധി സമയമെല്ലാം സമൂഹത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. സാംസ്കാരിക വേദികളിലും കുടുംബശ്രീ മഹിളാ കൂട്ടായ്മകളിലും അവരെ കാണാം. ഒന്നിനും സമയമില്ലെന്ന് പറഞ്ഞ് പിന്മാറാനല്ല, സമയം കണ്ടെത്തി തന്റെ കഴിവുകൾ തെളിയിക്കേണ്ടതാണ് ഓരോ സ്ത്രീകളുടെയും കടമ എന്ന ഷീജ എഴുത്താണിയുടെ വാക്കുകൾ ഏവർക്കും പ്രചോദനമാണ്. എൻ്റെ പേര് ഷീജ എഴുത്താണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. എൻ്റെ ഒരു ജീവിത കഥ എന്ന് പറയുന്നത്, ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ നമുക്ക് വിളയോടി ഒരു ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ജോലിക്ക് കയറി. നമ്മളൊരു 6 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ശശിയേട്ടനെ കല്യാണം കഴിച്ചു. ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. കല്യാണം വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു പെരുമാട്ടി പഞ്ചായത്തിൽ. കാരണം വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്തായാലും അതിനെയൊക്കെ മറികടന്ന് ഞാൻ പുള്ളിനെ കല്യാണം കഴിച്ചു. ഞങ്ങൾ കുറച്ച് ഇവിടെ നിന്നപ്പോൾ ഇവിടെ ഒരു നിൽക്കാനുള്ളൊരു സാഹചര്യം ശരിയല്ലാണ്ടായപ്പോഴാണ് ഞങ്ങൾ നേരെ കോയമ്പത്തൂർ പോവുകയുണ്ടായിരുന്നു. കല്യാണിൽ ജോലിക്ക് കയറി. അവിടെ ജോൺസൺ ലിഫ്റ്റ് തന്നെയായിരുന്നു ആൾക്കും പണി. അങ്ങനെ ഞങ്ങളൊരു 1.5 വർഷത്തോളം ഞങ്ങളവിടെ നിന്നു. ഷീജ കല്യാണത്തിന് മുൻപ് വിളയോടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലും തമിഴ്നാട് ശക്തി മിൽക്കിലും പാക്കിംഗ് ജോലിക്ക് പോയിരുന്നു. അതിനുശേഷം മുതലാംതോട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലും ജോലി ചെയ്തു. സൈക്കിളിലായിരുന്നു യാത്ര. സൈക്കിൾ യാത്ര എന്നും ഹരമായിരുന്നുവെന്ന് അവർ പറയുന്നു. കുറച്ച് കാലം ഇവിടെ ഒരു മിൽക്ക് സൊസൈറ്റി ഉണ്ട്, നമ്പൂരിച്ചെള്ള എന്ന് പറയും, വിളയോടി ഭാഗത്ത്. പക്ഷെ നമുക്കത് പോകാമെന്ന് പറയുന്നത് ബസ്സില്ലായിരുന്നു അന്ന്, കരുണ വഴിക്ക്. പക്ഷേ സൈക്കിളായിരുന്നു എന്നെ കൊണ്ടുപോയത്. ഞാൻ സൈക്കിളിലാണ് യാത്ര. കാരണം അനുവിനെ മോളെ പ്രസവിച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ എനിക്കില്ല. അതുകൊണ്ട് വേറെ ജോലിയും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ആ സൈക്കിളിലായിരുന്നു 1 വർഷത്തോളം. 4 തവണ സൈക്കിൾ ചവിട്ടണം. കാലത്ത് 6 മണിക്ക് പോകണം, തിരിച്ച് 10 മണിക്ക് വരും. പിന്നെ ഉച്ചയ്ക്ക് പാലളക്കണ നേരത്ത് പിന്നെയും പോകും, പിന്നെയും തിരിച്ച് വരും. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ താമരക്കുളത്തുള്ള ചേട്ടൻ ഇങ്ങനെ വിളയോടി ഓട് കമ്പനിയിൽ ഒരു ആളുടെ ഒഴിവുണ്ട്, എന്നാൽ ഷീജ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ടേക്ക് പോകണമെന്ന് ചോദിച്ചു. ആലോചിച്ച് പിന്നെ ഇത്രയും ദൂരം പോകണ്ടല്ലോ, ഇത് അടുത്തുമാണല്ലോ, അങ്ങനെ വിചാരിച്ച് അവിടെ പോയി ജോയിൻ ചെയ്തു. അവിടെ ഇപ്പോൾ ഞാൻ 16 വർഷമായി ഞാൻ അവിടെ വിളയോടി ടൈൽസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യണു. അവർ നല്ല സഹകരണമാണ്. ചാലക്കുടി ടീമാണ്, അവരാണ് എടുത്തിരിക്കുന്നത്. നല്ല സഹകരണമാണ്. എൻ്റെ എല്ലാ കഴിവുകളുടെ പിന്നിലും അവരെനിക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. എന്നും വേറിട്ട കാഴ്ചപ്പാടുള്ള ഷീജ ജീവിതത്തിലും സ്വന്തം നിലയ്ക്കാണ് തീരുമാനങ്ങൾ എടുത്തത്. കൂലിപ്പണിക്കാരനായ യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. അവഗണനകൾക്കും പ്രതിസന്ധികൾക്കുമിടയിൽ കോയമ്പത്തൂരിലേക്ക് താമസം മാറ്റി. മകൾ അനുശ്രീയെ പ്രസവിച്ച ശേഷമാണ് നാട്ടിൽ വീട് വെച്ച് ജീവിക്കണമെന്ന ചിന്ത മുളയ്ക്കുന്നത്. തുടർന്ന് പെരുമാട്ടി പഞ്ചായത്ത് 3ാം വാർഡിൽ ആശാവർക്കറായി. കഴിഞ്ഞ 15 വർഷമായി ആശാവർക്കറായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. അതിനിടെയാണ് വീടിനടുത്തുള്ള ഓട്ടുകമ്പനിയിൽ ജോലിക്ക് കയറിയത്. നേരത്തെ നാടോടി സർക്കസുകാരുടെ സൗഹൃദത്തിൽ നിന്ന് ലഭിച്ച സ്നേഹത്തിലാണ് കലാ അഭിരുചിയുടെ തുടക്കം. ഒഴിഞ്ഞ പറമ്പുകളിൽ നാടോടി സർക്കസ് നടത്തിയിരുന്ന ഹനീഫ, അനിത എന്നിവരിൽ നിന്ന് നാടോടി നൃത്തം പഠിച്ചിരുന്നു. ആ അഭിരുചിയും ക്ലബ്ബ് പ്രവർത്തനവുമെല്ലാമാണ് അവരെ നാടകവേദിയിലേക്ക് നയിച്ചത്. സുധീഷ് നല്ലേപ്പള്ളി, രവി തൈക്കാട് എന്നിവരുടെ നാടകങ്ങളിലും ടാപ്പ് നാടകവേദി, അമ്മ നാടകവേദി എന്നീ ഗ്രൂപ്പുകളിലെ ഗ്രാമീണ നാടകങ്ങളിലും പ്രധാന സ്ത്രീ കഥാപാത്രമായി ഷീജ തിളങ്ങി. 13 നാടകങ്ങളിലും 15ഓളം ഹ്രസ്വചിത്രങ്ങളിലും 2 സിനിമയിലും ഇതിനകം അഭിനയിച്ചു. അതുപോലെ തന്നെ നാടകത്തിലും സിനിമ 3 ചെയ്തു. 16 നാടകങ്ങളോളം ചെയ്തു. അതിൽ സുധീഷ് നല്ലേപ്പള്ളി സംവിധാനം ചെയ്തത്, അജീഷ് മുണ്ടൂര് സംവിധാനം ചെയ്ത അശോകൻ രാജീവം സംവിധാനം ചെയ്ത ദ്രൗപദി, മരണവീട്, കിനാവും ഒരു പിടി കൊന്നപ്പൂവും, അങ്ങനെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കലയോട്. ഡാൻസ്, അതുപോലെ നാടോടി നൃത്തം, അരങ്ങ്
പറയണ കുടുംബശ്രീയുടെ അരങ്ങിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ കുടുംബശ്രീയിലൂടെ തന്നെയാണ് കലാപരമായ കഴിവുകൾ മുഴുവനും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയത്. സിനിമയിലേക്ക് എത്തിപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. രവി തൈക്കാട്, പാലക്കാട്, എൻ്റെ നാടകഗുരു എന്ന് തന്നെ പറയാം. ആളാണ് പ്രണവം സൈക്കിളും എന്ന ഒരു ഇതിൽ ഞാനും എൻ്റെ ഒരു ചേച്ചി കൂടെയുണ്ട് പെരുമാട്ടിയിൽ, ഷീന പെരുമാട്ടി എന്ന് പറയും. പുള്ളിക്കാരിയും ഞാനുമാണ്. ഒരുമിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും എല്ലാത്തിനും ഒരുപോലെയാണ് രണ്ടാളും പോവുക എല്ലാ പരിപാടികൾക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങി. പഠിച്ചവനെ നിങ്ങൾ കാത്തോളിയെന്നൊരു സിനിമ രാജേഷ് മാധവൻ്റെ. പിന്നെ ആളുടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെണ്ണും പൊറാട്ടും എന്ന സിനിമയിൽ നല്ലൊരു റോള് ചെയ്യാൻ പറ്റി. ഇൻ്റർവെല്ലിന് ശേഷമുള്ള ആ സിനിമയുടെ ഒരു കൂടെ തന്നെ ഉണ്ട് ഞാനും. അതിലൊരു ഭാഗമാകാൻ പറ്റി. ഇപ്പോൾ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ സാറിൻ്റെ ഒഴിയാതെ എന്നുള്ള ഒരു മൂവി അടുത്ത് തന്നെ റിലീസിന് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ അതിലും നല്ലൊരു റോള്, ചെറിയ റോളാണെങ്കിലും നല്ലൊരു കരുത്തുള്ള ഒരു റോൾ എനിക്ക് അതിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട്, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം എന്നെല്ലാം ഉണ്ട്. നമ്മുടെ ജീവിതം, ഫാമിലി സപ്പോർട്ട്, അവരുടെ സപ്പോർട്ടില്ലാതെ നമ്മൾക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് എന്തായാലും വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ എത്രത്തോളം സ്ത്രീകൾക്ക് പിന്നിൽ എപ്പോഴും സപ്പോർട്ട് ഗവൺമെൻറ് ആയിക്കോട്ടെ എല്ലാവരും ഉണ്ട്. എങ്കിലും ഫാമിലിയുടെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടെ എത്തിക്കുക. അതുപോലെ എൻ്റെ വീട്ടിൽ ആദ്യമൊക്കെ കല്യാണത്തിനൊക്കെ നല്ല എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം 2 വർഷത്തിന് ശേഷം മോളൊക്കെ ആയി കുറച്ച് കഴിഞ്ഞത് ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നു. നാത്തൂനും എല്ലാവരും, ആങ്ങളെയും നാത്തൂനും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവരുടെ സപ്പോർട്ടാണ് നമ്മൾ ഇത്രത്തോളം എത്തിച്ചത്. അതുപോലെ ഇപ്പോൾ നിലവിൽ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ഈ വാർഡ് ഇലക്ഷന് ഞാൻ നിന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജയിച്ചു. ഈ വാർഡ് 3-ാം വാർഡ് കൃഷ്ണൻകുട്ടിയുടെ മിനിസ്റ്റർ വാർഡാണ്. 3-ാം വാർഡിൽ ഞാൻ വാർഡ് മെമ്പറാണ്. ഒരുപാട് സന്തോഷം. എല്ലാത്തിനും ജനങ്ങളുടെ സപ്പോർട്ട്, നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു ഇതിൽ നിൽക്കാൻ പറ്റുന്നതും നിൽക്കുന്നതും. ഒരുപാട് സന്തോഷം. ഷീജയ്ക്ക് പിന്തുണയായി ഭർത്താവ് ശശികുമാറും ചിറ്റൂർ കോളേജിൽ ഡിഗ്രി 2-ാം വർഷ വിദ്യാർത്ഥിയായ അനുശ്രീയും കൂടെയുണ്ട്. കലാപ്രവർത്തനവും പൊതുപ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഷീജയുടെ തീരുമാനം. UTV ന്യൂസ്, പാലക്കാട്.